രാഷ്ട്രീയത്തിൽ ഇന്ന് വലിയ ചർച്ചയായ ഒരു വിവാദമാണ് അണലിക്കുഞ്ഞ് വിവാദം. ലഹരിക്കായി അണലിയുടെ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് നാവിൽ കൊത്തിക്കുന്ന രീതിയുണ്ടെന്ന തന്റെ മുൻ പരാമർശം പിൻവലിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത് ശ്രദ്ധേയമാവുകയാണ്. ഞാൻ പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ല എന്ന് തുറന്നു പറഞ്ഞാണ് അദ്ദേഹം വിവാദത്തിന് പുതിയ വഴിത്തിരിവുണ്ടാക്കിയത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ ഒരു പ്രസംഗത്തിലാണ് മാരക വിഷമുള്ള അണലിയുടെ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് ചിലർ ലഹരി കണ്ടെത്തുന്നുവെന്ന അവകാശവാദം ചെന്നിത്തല ഉന്നയിച്ചത്. പരാമർശം പുറത്തു വന്നതോടെ അത് സാമൂഹിക മാധ്യമങ്ങളിലും രാഷ്ട്രീയ വേദികളിലും വലിയ ചർച്ചയായി മാറി. ഇതിനിടയിലാണ് ഡോക്ടർ ഷിംന അസീസ് ശാസ്ത്രീയ വിശദീകരണവുമായി രംഗത്തെത്തിയത്. പാമ്പിന്റെ വിഷം ലഹരി നൽകില്ലെന്നും പ്രത്യേകിച്ച് അണലയുടെ കടിയേറ്റാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും മരണസാധ്യതയും ഉണ്ടാകാമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിശദീകരണം വ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടതോടെ ചെന്നിത്തല തന്റെ മുൻ പ്രസ്താവന തിരുത്തുകയായിരുന്നു. ഫേസ്ബുക്കിലൂടെ പുറത്തിറക്കിയ കുറിപ്പിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: ലഹരിക്കെതിരായ പോരാട്ടം വ്യക്തി ജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും ഏറെക്കാലമായി ഏറ്റെടുത്തിട്ടുള്ളതാണ്. മിക്കവാറും വേദികളിൽ ലഹരിക്കെതിരെ പ്രതികരിക്കാറുമുണ്ട്. പ്രസംഗത്തിലും അഭിമുഖങ്ങളിലുമെല്ലാം ഇലക്ഷന് മുൻപ് UDF-ന് അധികാരം കിട്ടിയാൽ ലഹരിയുടെ വേരറുക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയും ആ വാക്കു പാലിക്കുന്ന തൂഫാൻ ആരംഭിച്ചതിലും അഭിമാനമുണ്ട്. അത്തരം ഒരു സംഭാഷണത്തിൽ വളരെ നാൾ മുൻപ് എന്റേതായി വന്ന ഒരു പരാമർശത്തിൽ കടന്നുകൂടിയ തെറ്റ് സംബന്ധിച്ച് ഡോക്ടർ ഷിംന അസീസിന്റെ തിരുത്ത് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടു. അപകടകരവും മാരകവുമായ വിവിധ തരം ലഹരി ഉപയോഗങ്ങളെ കുറിച്ചുള്ള സംഭാഷണത്തിന് ഇടയിലായിരുന്നു അത്. വിഷപ്പാമ്പുകളെ കൊത്തിച്ച് ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗത്ത് അതിനായി ഉപയോഗിക്കുന്നത് ചെറിയ അണലികളെയാണ് എന്ന് ഞാൻ പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ല. ഡോക്ടറുടെ തിരുത്ത് സ്വീകരിക്കുന്നു. പാമ്പുകളെ ഉപയോഗിക്കുന്നത് പോലെ അത്യന്തം അപകടകരവും വിനാശകരവുമായ ലഹരി ഉപയോഗം ഉണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിലും അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടെന്ന വിവരങ്ങളെ ഗൗരവത്തോടെയാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം സംബന്ധിച്ച യഥാർത്ഥ വിവരങ്ങൾ അറിയിക്കാൻ ആരും മടിക്കരുത്. വിവരങ്ങൾ നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായിരിക്കും. ലഹരിക്കെതിരായ പോരാട്ടം തന്റെ പൊതുജീവിതത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നും അതിന്റെ ഭാഗമായാണ് തൂഫാൻ ദി നാർക്കോ ഹണ്ട് ആരംഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അതിനിടയിൽ നടത്തിയ അണലിക്കുഞ്ഞിനെ കുറിച്ചുള്ള പരാമർശം വസ്തുതാപരമായി തെറ്റായിരുന്നുവെന്ന് സമ്മതിക്കുകയും ഡോക്ടർ ഷിംന അസീസിന്റെ തിരുത്തൽ സ്വീകരിക്കുകയാണെന്നും അറിയിച്ചു. ഇത്രയുമാണ് ആഭ്യന്തരമന്ത്രി കുറിച്ചത്. ഇതിനൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു നീക്കവും ചെന്നിത്തല നടത്തി. തന്റെ പരാമർശം ശാസ്ത്രീയമായി തിരുത്തിയ ഡോക്ടർ ഷിംന അസീസിനെ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ തൂഫാൻ വാരിയർ ആകാൻ അദ്ദേഹം ഹൃദയപൂർവ്വം ക്ഷണിച്ചിരിക്കുകയാണ്. ഏതായാലും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് തെറ്റായ വിവരത്തെ തുടർന്ന് ഉയർന്ന വിവാദം കൂടുതൽ ശക്തമാകുന്നതിനു മുൻപ് നിലപാട് തിരുത്തി വിവാദത്തിന് വിരാമമിടാനുള്ള ശ്രമമായാണ് ഈ പ്രതികരണത്തെ കാണേണ്ടതെന്നാണ്. അതേസമയം ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ശാസ്ത്രീയമായ വിവരങ്ങൾക്കും കൃത്യമായ വസ്തുതകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് പൊതുവേദിയിൽ പറഞ്ഞ പരാമർശം ഒരു ഡോക്ടറുടെ ശാസ്ത്രീയ വിശദീകരണത്തിനു പിന്നാലെ തിരുത്തേണ്ടി വന്നത് ശ്രദ്ധേയമാവുകയാണിന്ന്. ഇനി ഈ വിവാദം രാഷ്ട്രീയമായി എങ്ങനെയാണ് മുന്നോട്ട് പോകുക, പ്രതിപക്ഷം ഇതിനെ എങ്ങനെ ഉപയോഗിക്കും എന്നതാണ് ശ്രദ്ധേയമാകുന്ന മറ്റൊരു കാര്യം.